എസ് വിദ്യാസാഗർ ഗുരുമൂർത്തി, ഈ ഹലാൽ ഡെലിവറി അങ്ങനെയാണിപ്പോൾ അതിനെ കോയിൻ ചെയ്തിരിക്കുന്നത്. ഹലാൽ ഡെലിവറി നേരത്തെ ജാമിദ ടീച്ചറും അതുപോലെ ശ്രീമതി നുസ്രത് ജഹാനും ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാര്യമാരെ ആവശ്യം കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംവിധാനം അങ്ങനെ നോക്കിക്കാണാനാവൂ എന്നാണ് പറയുന്നത്, അല്ലേ? വലിയൊരു അളവോളം ഇത് ശരി തന്നെയല്ലേ? അല്ല, ഞാൻ അതിൽ പ്രധാനപ്പെട്ട ആദ്യം അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതായത് ഈ നമ്മുടെ ഒരു വളരെ അപകടം പിടിച്ചൊരു സാമൂഹിക വ്യവസ്ഥ ഇവിടെ നിലകൊള്ളുന്നു. ഇത്രയും ജനാധിപത്യപരമായി പുരോഗമിച്ച, അല്ലെങ്കിൽ ഇത്രയും സാങ്കേതികമായും അല്ലെങ്കിൽ പിന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ വളർന്ന എല്ലാ കേരളത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാ മതവിഭാഗങ്ങളും നടത്തുന്ന ആശുപത്രികൾ, എല്ലാ സജ്ജീകരണങ്ങളുള്ള ആശുപത്രികളുണ്ട്. അല്ലെങ്കിൽ സർക്കാരിന്റെ മികച്ച സംവിധാനമുണ്ട്. കേരളത്തിന്റെ മറ്റെല്ലാ ന്യൂനതകളും നമ്മൾ കുറ്റപ്പെടുത്തിയാലും കേരളത്തിന്റെ ആരോഗ്യരംഗം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. ആ കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ പറഞ്ഞവൻ സിറാജുദ്ദീൻ എന്നല്ലേ അയാളുടെ പേര്, അതെ, അയാള് ചെയ്തിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ, ഞാനത് പറയാൻ വരികയായിരുന്നു. നേരത്തെ ഞങ്ങൾ ഈ ഓഫ് ലൈൻ വന്നപ്പോ ജാമിദ ടീച്ചർ ഇവിടെ സംസാരിക്കുകയും ചെയ്തു. ഇത് ഒരു ആസൂത്രിത കൊലപാതകവും ആവാം. അതാണ് മെയിൻലി ഞാൻ റേസ് ചെയ്യാൻ വിചാരിച്ച പോയിന്റ്. അതായത് ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ മുത്തലാഖ്, എന്തൊക്കെ വന്നാലും, നിരോധനം വന്നാലും ഒന്നിലധികം പത്നിമാരെ വെച്ചുകൊണ്ടിരിക്കാനുള്ളത് ഒരു രീതിയാണ്. അപ്പൊ ഇയാള് മറ്റേതെങ്കിലും ജില്ലയിലോ, ജില്ലയുടെ മറ്റേതെങ്കിലും ഭാഗത്തോ, രാജ്യത്തിന് പുറത്തോ, അല്ലെങ്കിൽ മറ്റേത് സംസ്ഥാനങ്ങളിലോ ഇയാൾക്ക് മറ്റ് ഭാര്യമാരില്ലെന്നാര് കണ്ടു? ഈ സ്ത്രീ മരിച്ചതിന്റെ മരണ കാരണം അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ചൈൽഡ് ബർത്ത് എന്നത് ഒരു വിഷയമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുഞ്ഞിന്റെ ശരീരത്തിലെ രക്തം പോലും തുടച്ചു കളഞ്ഞിരുന്നില്ല. ഇത്രയും അപമാനകരമായി ഒരു ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഈ ചെകുത്താനെ സാധാരണ രീതിയിൽ ശിക്ഷിച്ചാൽ മതിയോ എന്ന് പോലും ഞാൻ ചിന്തിക്കുകയാണ്. ഏതായാലും അവന്റെ ഭാര്യ വീട്ടുകാർ അവനെ നന്നായി കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇവിടുത്തെ നിയമ സംവിധാനത്തിന്റെ പഴുതുകളും, ഇവൻ പ്രത്യേക ഒരു എല്ലാ പ്രത്യേക ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു മതവിഭാഗത്തിൽ പെട്ടവനായതുകൊണ്ടും പോലീസിങ് ശരിക്കും നടക്കുമോ, അവന് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത പോലും ഞാൻ ഇവിടെ കാണുകയാണ്. എന്നിട്ട് അവൻ അടുത്ത പെണ്ണ് കെട്ടും. ഇങ്ങനെ ഈ ഒരു എന്താ പറയാ, മാരേജ് ഫ്രീ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവരിൽ അധികവും. പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കുഞ്ഞ് ഇത്തരത്തിൽ ഈ വീട്ടിൽ കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെടുക എന്ന് പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല. പണ്ട് കാലത്തൊക്കെ നിരന്തരമായിട്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും, നമ്മുടെ കുഞ്ഞുണ്ണി മാഷൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം സ്കൂളിൽ വിട്ട് വരുമ്പോ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോ അനിയൻ പറന്നു എന്ന്. അങ്ങനെയൊക്കെ പല ആളുകളും ഇങ്ങനെ, നമ്മുടെ വി എസ് അച്യുതാനന്ദൻ അത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇളയ മക്കൾ പറഞ്ഞ കാര്യം. അങ്ങനെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചൈൽഡ് ബർത്ത് അറ്റ് ഹോം, വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നേരത്തെ നുസ്രത് ജഹാൻ ജി പറഞ്ഞതുപോലെ ഒരു നല്ലൊരു മിഡ്വൈഫ് അവിടെ വേണം. നമ്മൾ വയറ്റാട്ടി എന്ന് വിളിക്കുന്ന പരിചയ സമ്പന്നയായ, ഈ പ്ലസന്റയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് കളയാനും അത് ശുചിയാക്കാനും ഇവർക്ക് പെയിൻ ഇല്ലാതെ ഡെലിവറി സാധ്യമാക്കാനൊക്കെ അറിവുള്ള ഒരാൾ അവിടെ വേണം. അത് വളരെ മസ്റ്റാണ്. ഈ കാര്യത്തിൽ, ഈ മരിച്ചുപോയ സഹോദരിയുടെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. അവർ വീട്ടുതടങ്കൽ എന്ന പോലെ പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു യന്ത്രമായിരുന്നു. ഈ കഴുതയ്ക്ക് കാമം കയറുമ്പോൾ അപ്പപ്പോൾ പോയി പ്രാപിച്ച് അതെല്ലാം തന്നെ കുഞ്ഞുങ്ങളായി വരാനുള്ള ഈ കാമവെറിയുടെ ഫലമായി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ നന്നാകുമോ? നമ്മുടെ ഭാരതീയ സിദ്ധാന്ത പ്രകാരം, ആയുർവേദത്തിന്റെ ദൃഷ്ടിയിൽ ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് നമ്മൾ ആനയിക്കുകയാണ്, ഒരു ജീവനെ നാം ഭൂമിയിലേക്ക് ആനയിക്കുകയാണ്. അപ്പോൾ രക്ഷിതാക്കളുടെ മനോഭാവം വളരെ പ്രധാനമാണ്. ഈ രണ്ടുപേരും എനിക്ക് വരുന്ന കുഞ്ഞ് സുപ്രജയായിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കൗസല്യ സുപ്രജ രാമ എന്ന് വിളിക്കുന്നത്. കൗസല്യയുടെ സുപ്രജയാണ്, ഗുഡ് സിറ്റിസൺ ആണ്. അതായത് ഈ വരുന്ന കുഞ്ഞ് നിയമം പാലിക്കുന്ന, മര്യാദ പുരുഷോത്തമനായി വളരണം എന്നുള്ളത് ഒരു അമ്മയുടെയും അച്ഛന്റെയും പ്രഥമ പരിഗണനയുള്ള കാര്യമായിരിക്കണം. ഇത് അങ്ങനെയല്ല. ഇവൻ ഊണ് കഴിച്ച് വലിച്ചെറിയുന്ന ഇലകൾ മാത്രമായി കുട്ടികൾ പുറത്തേക്ക് വരികയാണ്. എച്ചിലിലകൾ പോലെയാണ് ഓരോ കുഞ്ഞും ഇവിടെ പ്രസവിക്കപ്പെടുന്നത്. അത് വിശേഷിച്ച് ഞാൻ അങ്ങനെ മത അടിസ്ഥാനത്തിൽ പറയില്ല, വിശേഷിച്ച് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ജനസംഖ്യ കൂട്ടുക എന്നുള്ള ഒരു ദൃഷ്ടി മാത്രമേ ഉള്ളൂ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതേപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഹലാൽ ആയിട്ടുള്ള പ്രസവം എന്ന ഒരു വിഷയം ഞാൻ ആലോചിച്ചു. പിന്നെ പല ഇന്റർനെറ്റ് സോഴ്സസ് നോക്കിയപ്പോൾ അവരുടെ തന്നെ സൈറ്റുകളിൽ കാണുന്നത്
നാളെ അള്ളാഹുവിന്റെ ഒരു ഉലമയാവാനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു മുജാഹിദീനാവാനോ വേണ്ടിയാണ് ഓരോ കുഞ്ഞും ഇവിടെ പ്രസവിക്കപ്പെടുന്നത് എന്നാണ്. അപ്പൊ ഈ ഉലമയാവാനുള്ള ആള് ടീച്ചറാണ്, റിലീജിയസ് ടീച്ചറാണ്. അയാൾ എപ്പോഴും പുരുഷനായിരിക്കും. അല്ലെങ്കിൽ മുജാഹിദീന അല്ലെങ്കിൽ ഒരു പടയാളി അല്ലെങ്കിൽ ലീഡർ ആവാനുള്ള ആള്, ജിഹാദ് ചെയ്യാനുള്ള ആളാവുന്നു, അവനും പുരുഷനായിരിക്കും മിക്കവാറും. അപ്പൊ സ്ത്രീയുടെ ജോലി എന്താണ്? ഈ ടീച്ചേഴ്സിനെയും ലീഡേഴ്സിനെയും പ്രസവിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു മതത്തിൽ സ്ത്രീയുടെ സ്ഥാനം പ്രസവിക്കുന്ന യന്ത്രം, നമ്മൾ ചപ്പാത്തി മേക്കിംഗ് മെഷീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ പ്രസവിക്കുവാനുള്ള ഒരു യന്ത്രമായി സ്ത്രീയെ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഖുറാനിൽ ഒരു ആയത്ത് വരെ വന്നിരിക്കുന്നത്. ഈ സ്ത്രീകളെ എങ്ങനെ പ്രാപിക്കണം, പുറകിൽ നിന്ന് പ്രാപിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്, അപ്പൊ നിങ്ങൾക്ക് അവളെ പുറകിൽ നിന്നോ മുമ്പിൽ നിന്നൊക്കെ പ്രവേശിക്കാം എന്നുള്ള ഒരു ആയത്തുമുണ്ട്. അതിന്റെ ബേസിക് അതിന്റെ ടെക്സ്റ്റ്, അതിന്റെ പ്രിടെക്സ്റ്റ് കൊടുക്കുന്ന ഒരു സുന്നയുമുണ്ട്, സുന്നത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് പിന്നെ അതെ അതെ ടീച്ചർ റെഡി റെക്കണറാണ്, ജാമ്യ ടീച്ചർ ഖുറാന്റെ റെഡി റെക്കണറാണ്. LIC-കാരുടെ ഭീമാ കിരണിന് എത്ര അപ്രേമി അപ്പൊ ഉടനെ പറയല്ലേ, അതുപോലെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ഹാരിഫ് ഹുസൈനെ പോലെയും ജാമിദ ടീച്ചറെ പോലുള്ള ആൾക്കാർ ഖുറാൻ നന്നായി പഠിച്ചവരാണ്. അവരെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല, പഴയ പിപ്പിടി വിദ്യകളൊന്നും നടക്കുന്നില്ല, അതുകൊണ്ട് ഇവരെ കൊന്നൊടുക്കിയാലും തിരക്കേടില്ല എന്നുള്ളതാണ് ഇവരുടെ പിന്നാമ്പുറത്തുള്ള പര്യാലോചനകൾ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഒരു കുഞ്ഞ് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ വീട്ടിൽ പ്രസവിക്കുമ്പോൾ. നമ്മളിപ്പോ പറയുന്ന കണക്ക് പണ്ടും ആളുകൾ പ്രസവിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമല്ലോ. പണ്ട് എത്ര ഈ ചൈൽഡ് മോർട്ടാലിറ്റി വളരെ കൂടുതലായിരുന്നു. ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജന്മം കൊണ്ട് തന്നെ ചാപിള്ളയായോ ജനിച്ച ഉടനെയോ മരിക്കുന്ന സാഹചര്യം വളരെ കൂടുതലായിരുന്നു നമ്മുടെ ഇടയിൽ. നമ്മുടെ ഇടയിൽ മാത്രമല്ല, ലോക രാജ്യങ്ങളിലെല്ലാം തന്നെയും വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളത് റിസ്കി ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ദൂരയാത്രകൾ ചെയ്യാൻ, ഇപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 60 കിലോമീറ്റർ പോകേണ്ടി വരും, ചിലപ്പോൾ 100 കിലോമീറ്റർ പോകേണ്ടി വരും. പോയാൽ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള ചെലവിനുള്ള പണം, ലിക്വിഡ് മണി ഇവരുടെ കയ്യിൽ ഉണ്ടാവില്ല. വലിയ പറമ്പൊക്കെ ഉണ്ടാവും, പക്ഷെ തേങ്ങ കൊണ്ട് കൊടുത്താലൊന്നും പ്രസവത്തിന് എടുക്കില്ലല്ലോ. ഇപ്പൊ ലിക്വിഡ് മണിയുടെ അഭാവം, അതുപോലെ ദൂരങ്ങളിൽ ചെന്ന് മാത്രം ചികിത്സ നേടാനുള്ള ഒരു സന്ദർഭം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, ഒരേ ഒരു പോംവഴി വീട്ടിൽ ഒരു വടക്കുപുറത്തോ അല്ലെങ്കിൽ ഏതൊരു മുറി, അതിനുവേണ്ടി പ്രസവ മുറിയായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പണ്ട് കാലത്ത്. പക്ഷെ മറ്റ് സമൂഹങ്ങൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വളരെയേറെ മുന്നോട്ട് പോയി. അവർ പറയുന്ന ഇതൊന്നും വേണ്ട, നമുക്കിപ്പോ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. അതായത് ഭാര്യയോടൊരു സ്നേഹം ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രഥമമായ കാര്യമാണ്. അത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദു എന്നുള്ളതല്ല. ഇത് എന്റെ വാദിയാണ്, എന്റെ ഇണയാണ് എന്നുള്ളൊരു ചിന്ത ഇവർക്കില്ല. കാരണം ഇവർക്ക് ഇത് പോയാൽ മറ്റൊന്നിനെ നോക്കി വെച്ചിട്ടുണ്ട്. 1-ാം കിളി, 2-ാം കിളി, 3-ാം കിളി, 4-ാം കിളി പാട്ടില്ലേ, അങ്ങനത്തെ അനേകം കിളികളെ ഇവർ നോക്കി വെച്ചിട്ടായിരിക്കുന്നത്. ഓരോ സിറാജുദ്ദീനും ഒരു കിളിയെ അല്ല വേണ്ടത്, ഒരു കിളിയെ പിടിച്ച് കൂട്ടിലിട്ട് പ്രസവിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അപ്പൊ അടുത്ത കിളി പിടിക്കുക, അപ്പൊ അടുത്ത കിളി പിടിക്കുക. സത്യം പറഞ്ഞാൽ സ്ത്രീകളുടെ പ്രസവം നിർത്തുന്നതിന് പകരം 2 കുട്ടികളാൽ ഇവനെയാണ് സാധനം വെട്ടേണ്ടത്. അതായത് ഈ പറഞ്ഞ ഈ പ്രസവ യന്ത്രം ഉണ്ടല്ലോ, AK-47 ഉണ്ടല്ലോ, അതിന്റെ ആ കിടുതാപ്പ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. എന്താ പറയില്ല അത് മൂർത്തി. നമ്മുടെ കാന്തപുരം പറഞ്ഞതേ, ഒരു ഭാര്യ പീരീഡ്സ് ആകുമ്പോൾ ഇയാൾക്കൊരു അടുത്ത ഭാര്യയെ പ്രാപിക്കണം, അതിനാണ് 4 കെട്ടുന്നതെന്നാ പറഞ്ഞേ. ഞാൻ വായിച്ചാണ് ആർട്ടിക്കിൾ അദ്ദേഹം പറയുന്നത്. എന്തിനാണ് ബഹുഭാര്യത്വം ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പറഞ്ഞത്, ഒരു പുരുഷൻ ഒരു മാസത്തിൽ, സ്ത്രീ ഒരു 7 ദിവസം പുറത്താവുമല്ലോ, അല്ലെങ്കിൽ ആർത്തവ സമയത്ത് അവർ മാറി നിൽക്കുമല്ലോ, ആ സമയത്ത് പ്രാപിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ 24 മണിക്കൂറും 365 ദിവസവും സേവനം ലഭ്യമായ ഒരു അക്ഷയ കേന്ദ്രമായിട്ടാണ് ഇവൻ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. അത് ആണുങ്ങൾക്ക് ആരോഗ്യം ഉണ്ട് എന്നാ പറയണേ, പെണ്ണുങ്ങൾക്ക് അത് വെറുതെ, അത് ആരോഗ്യം എന്ന് പറഞ്ഞ ഇത് ആരോഗ്യത്തെ ആണുങ്ങൾക്ക് അല്ല, ആണുങ്ങൾക്ക് ആരോഗ്യം. ഒരു പുരുഷൻ വേശിയായി കഴിഞ്ഞാൽ പുരുഷൻ ഒരു ദിവസം എത്ര പേരെ പ്രാപിക്കാൻ പറ്റും? സ്ത്രീ വേശിയായി കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര? അത് ആലോചിച്ചാൽ മതി. ഒരു സ്ത്രീക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ ഒരു ദിവസം തന്നെ പ്ലീസ് ചെയ്യാൻ പറ്റും, ഒരു പുരുഷന് സാധിക്കില്ല അത്. അപ്പൊ ഇതൊക്കെ വെറും തട്ടിപ്പ് വാദം പറയാണ്. പുരുഷ കേന്ദ്രീകൃതങ്ങളായിട്ടുള്ള മതങ്ങൾ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇസ്ലാം മതമാണ്. അതായത് ഒരു എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, അവൻ ഒരു പ്രസവം കഴിഞ്ഞപ്പോ ഭാര്യയും ഭർത്താവും നല്ല വിദ്യാസമ്പന്നരാണ്. അവർ പറഞ്ഞു മതി, നമുക്ക് ഒരു കുഞ്ഞു മതി. അവന്റെ ബാപ്പ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു മതപണ്ഡിതനല്ലേ, നിങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കണ്ടേ, ഇങ്ങനെ നിർത്താൻ പാടും, അള്ളാഹു തരുന്ന ഗിഫ്റ്റ് അല്ലേ, അള്ളാഹു ഈ ലിംഗം വഴി ഗിഫ്റ്റ് അയക്കുന്ന പരിപാടി നിർത്തണം.
പ്ലീസ്. ഈ ലിംഗം വഴി പ്രൊഫഷണൽ കൊറിയർ DTDC എന്നൊക്കെ പറഞ്ഞവര് സാധനത്തിന് ഉള്ളിൽ കൂടെ ഗിഫ്റ്റ് അയക്കുന്ന പരിപാടി അള്ളാഹു നിർത്തണം. കാരണം ഇങ്ങനെ ഗിഫ്റ്റ് അയച്ചാൽ നോക്കാൻ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ആണുള്ളത്, അല്ലാണ്ട് അള്ളാഹുവിന്റെ ഭരണകൂടം അല്ലാതെ. ഓരോ കുഞ്ഞിനുമുള്ള ചെലവ് സർക്കാരിൻ്റെതാണ്. പൊതുവിദ്യാഭ്യാസം, പൊതു ആരോഗ്യം, റേഷൻ സംവിധാനം, ജലവിതരണം എല്ലാം സർക്കാരിൻ്റെതാണ്. എന്നിട്ട് അള്ളാഹു തന്നാന്ന് പറയാം. അള്ളാഹു തന്നതാണെങ്കിൽ അള്ളാഹു തന്നെ അതിന്റെ ചെലവും വഹിക്കണം. ഇതേപോലെ സമാനമായ ഒരു കാര്യം ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ അച്യുതാനന്ദന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് ഈ കുഞ്ഞുങ്ങളുടെ ചൈൽഡ് ബർത്തിന് നിയന്ത്രണം വേണം എന്നൊരു കാര്യം എന്തോ പറഞ്ഞു. മതമില്ലാത്ത ജീവൻ എന്നൊരു ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നു. വലിയ കോൺട്രവേഴ്സി ആയതാ. അപ്പൊ ക്രിസ്തീയ സഭ പ്രതിഷേധിച്ചു. അവർക്കും ലക്ഷ്യം ഇത് തന്നെയാണ്, ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷനിലൂടെ അധികാരം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് സംഘടിത മതങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. ചിലരത് പുറത്തു പറയും, ചിലരത് പുറത്തു പറയില്ല. മിടുക്കൻ പുറത്തു പറയില്ല, വിഡ്ഢി പുറത്തു പറയില്ല. അത്ര വ്യത്യാസമേ ഉള്ളൂ. അതായത് അന്ന് ബിഷപ്പുമാർ പറഞ്ഞത് ക്രിസ്ത്യാനികൾ എത്ര കുട്ടികളുണ്ടാവും അത്രയും കുട്ടികൾ ഉണ്ടാക്കണം. ജീവസമൃദ്ധി എന്ന് പേരിട്ടിട്ട് സഭ പ്രചരിപ്പിച്ചു ആ കാര്യം. എന്നിട്ട് അതിൽ രണ്ടിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ മൂന്നാമത്തെയും നാലാമത്തെയും കുഞ്ഞിന്റെയും വിദ്യാഭ്യാസത്തിന്റെ ചെലവ് മുഴുവൻ സഭ വഹിക്കുമെന്നും പറഞ്ഞു. അതായത് ഒന്നല്ലെങ്കിൽ സമാന്തര ഗവൺമെന്റുകളുടെ സാമ്പത്തിക ശേഷി, അതായത് ഒരു എക്സിസ്റ്റിംഗ് ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പാകത്തിലുള്ള ഭൂസ്വത്തും സമ്പത്തുമുള്ള ഈ രണ്ടു മതങ്ങളും ആത്യന്തികമായിട്ട് ലക്ഷ്യമിടുന്നത് ലോകഭരണമാണ്. ഇവിടെയല്ല യഥാർത്ഥ ജീവിതം സ്വർഗത്തിലാണെന്നൊക്കെ പറയുന്ന ചുമ്മാ പൊയ്യാണ്, കള്ളത്തരം പറയാണ്. ഇവിടെ ഭൂമി മാക്സിമം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷെ ഇതിൽ ക്രിസ്തു മതമല്ല, ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസം നേടിയിട്ട് ഈ ജനാധിപത്യ രീതിയുടെ ഗുണം മനസ്സിലാക്കിയിട്ട് കുറെ മാറിയിട്ട് അവർ വളരെ പുരോഗമിച്ച്, ഹിന്ദുക്കളും അങ്ങനെ തന്നെ പഴയ പല കാര്യങ്ങളും വിട്ടിട്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് ഭാര്യയ്ക്ക് അവരുദ്ദേശിക്കുന്നത് ഇവിടെ ഈ എന്റെ പാതിയായിട്ടുള്ള എന്റെ ഇണയായിട്ടുള്ള ഭാര്യയ്ക്ക് ഒരു അപകടം വരരുത് എന്നുള്ളതാണ്. അതിനുവേണ്ടി നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഡെലിവറിയുടെ ലേബർ പെയിൻ വരുമ്പോഴേക്ക് അതിന് ചികിത്സ ഉറപ്പുവരുത്തുന്നു. ഇതൊന്നും ചെയ്യാതെ 21-ാം നൂറ്റാണ്ടിൽ ഒരു വർഗം ഇങ്ങനെ ഭൂമിക്ക് അപമാനമായി നടക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം മതത്തിലെ ഒരു വിഭാഗമാണ്. ഞാൻ ഇന്നൊരു ഞാനൊരു കാര്യം കൂടി പറയാം. വിദ്യാസാഗർ, ഇന്നൊരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന കേട്ടു. അതായത് ഇസ്ലാം മതത്തിലാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പരിചരണം ലഭിക്കുന്നത്, ഏറ്റവും വലിയ സുരക്ഷ ലഭിക്കുന്നത്. തൊട്ടിപ്പുറത്താണ് അത് കാലങ്ങളായിട്ട് അവർ തള്ളിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. രാം സ്വരൂപ് എഴുതിയ വിമൻ ഇൻ ഇസ്ലാം എന്ന ചെറിയ പുസ്തകമുണ്ട്. 100 പേജോ 120 പേജേ ഉള്ളൂ. അത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ലോകത്ത് സ്ത്രീയെ കേവലം കൃഷിഭൂമിയായി കാണുന്ന, അത് 2025-ലും കാണുന്ന ഒരേ ഒരു മതം ഇസ്ലാം മതമാണ്. അവർ പറയുന്ന സ്വാതന്ത്ര്യം എലിപ്പെട്ടിക്കകത്തെ എലിയുടെ സ്വാതന്ത്ര്യം മാത്രമാണ്.